+1 ഹയർ സെക്കൻഡറി മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും ഹൃദ്യമായ സ്വാഗതം. ചാപ്റ്റർ 6 ലീനിയർ ഇൻഇക്വാളിറ്റീസ് ഭാഗം 1. ലീനിയർ ഇൻഇക്വാളിറ്റി. അതിൽ ഇൻഇക്വാളിറ്റി എന്ന ഭാഗം പഠിക്കുന്നതിന് മുൻപ് നമുക്ക് ഏതാനും ഇക്വേഷൻസ് ഒന്ന് പരിചയപ്പെടാം. ഫോർ ദിസ് ഫസ്റ്റ് കൺസിഡർ ഇക്വേഷൻ 1. 3x + 2 = 17. മറ്റൊന്ന് 2x + 3y = 12. അടുത്ത ഇക്വേഷൻ x² + 5x + 6 = 0. നമുക്ക് ഓരോന്നോരോന്നായിട്ട് അതിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കാം. ഒന്നാമത്തെ ഇക്വേഷൻ എന്താണ്? 3x + 2 = 17. ആദ്യത്തെ ഇക്വേഷനെ പറ്റി പറയുമ്പോൾ അതിലൊരു വേരിയബിൾ ഉണ്ട് അല്ലേ? എന്താണ് വേരിയബിൾ? എക്സ്. ആ എക്സ് എന്ന വേരിയബിളിൻ്റെ വാല്യൂ കാണുന്നതിനാണ് നാം സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമുക്കതിൻ്റെ സൊല്യൂഷൻ ഒന്ന് കണ്ടു നോക്കാം. നമ്മളിവിടെ 3x ഒരു +2 ഉണ്ടല്ലേ, ആ 2 ക്യാൻസൽ ചെയ്യലാണ് നമ്മുടെ ആദ്യത്തെ ആവശ്യം. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 3x + 2 +2 ക്യാൻസൽ ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമുക്കറിയാം -2. -2 കുറച്ചാൽ കിട്ടുന്നത് 17 - 2. രണ്ട് ഭാഗത്തും നാം ചെയ്തത് 2 കുറച്ചു. 3x + 2 - 2 എന്നുള്ളതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. 3x = 17 - 2, അതായത് =15 എന്നെഴുതാം അല്ലേ? അതായത് 3x = 15 ആണെങ്കിൽ x = 15/3, ദാറ്റ് ഈസ് 5. അപ്പോൾ ഇവിടെ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. എന്താണ് എക്സിൻ്റെ വാല്യൂ? ഇവിടെ എക്സിൻ്റെ വാല്യൂ കിട്ടിയത്, അതായത് എക്സിൻ്റെ വാല്യൂ 5 എന്നാണ് കിട്ടിയത്. ഇവിടെ എക്സിൻ്റെ വാല്യൂ 5 കിട്ടിയാൽ നമുക്കതിനെ ഒരു ലൈനാണ് അതിൻ്റെ ഇക്വേഷൻ വരിക. x = 5. അതിൻ്റെ ഇക്വേഷൻ നാം പഠിച്ചിട്ടുണ്ട്. അതായത് ഏത് വാല്യൂ കൊടുത്താലും എക്സിൻ്റെ വാല്യൂ 5. അതുകൊണ്ട് തന്നെ അതൊരു y ആക്സിസിന് പാരലലായ ഒരു ലൈനാണ് വരിക. അതായത് ഒരു ലൈനാണ് അതിൻ്റെ ഷേപ്പ്. കൂടാതെ ഡിഗ്രി 1 ആണ്. അതുകൊണ്ട് നാം ഈ ഇക്വേഷനെ പറയുന്നു ലീനിയർ ഇക്വേഷൻ. ഇതൊരു ലീനിയർ ഇക്വേഷനാണ്. കൂടാതെ വേരിയബിൾ എക്സ് മാത്രം, സിംഗിൾ വേരിയബിളുള്ള ഒരു ലീനിയർ ഇക്വേഷനാണത്. ലീനിയർ ഇക്വേഷൻ. ഇവിടെ ലീനിയർ എന്ന് പറയാൻ കാരണം അതിൻ്റെ ഷേപ്പ് ലൈനാണ്, ഒരു സ്ട്രെയിറ്റ് ലൈനാണ് അതിൻ്റെ ഷേപ്പ്. നമുക്ക് ഇനി രണ്ടാമത്തെ ഇക്വേഷൻ നോക്കാം. നമുക്ക് 2x + 3y = 12. 2x + 3y = 12. ഇവിടെ അത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഡിഗ്രി 2ൻ്റെയും 1 ആണ്. രണ്ട് വേരിയബിൾ ഉണ്ട്. നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ, അതായത് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കാണുന്നതിനാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. എക്സിന് 3 എന്ന വാല്യൂ കൊടുത്താൽ എന്താണ് കിട്ടുക? അപ്പോൾ ഇവിടെ 6 ആയി. 3y = 6, അതായത് y = 2. ഇപ്പോൾ നമുക്ക് ഒരു സൊല്യൂഷൻ കിട്ടി. x = 3 ആൻഡ് y = 2. നമുക്ക് ധാരാളം ഇനിയും സൊല്യൂഷൻസ് ലഭിക്കും. എക്സിന് നമുക്ക് 6 ഒന്ന് കൊടുത്ത് നോക്കാം. എന്താണ് എക്സിന് 6 കൊടുത്താൽ? അപ്പോൾ തന്നെ 12 ആയി. അതുകൊണ്ട് y = 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു സൊല്യൂഷനും കൂടി കിട്ടി. 6 ആൻഡ് 0. എക്സ് 6 ആകുമ്പോഴുള്ള സൊല്യൂഷൻ y = 0. നമുക്കിനി എക്സിന് 0 കൊടുത്താൽ എന്തായിരിക്കും y നോക്കാം. അപ്പോൾ 3y = 12, ദാറ്റ് ഈസ് y = 4. ഇങ്ങനെ ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ നമുക്ക് ധാരാളം സൊല്യൂഷൻസ് ലഭിക്കും. നമുക്കിത് ഇങ്ങനെ തന്നെ കാണണമെന്നില്ല. അതായത് ഇതിലെ y എന്നുള്ള രീതിയിൽ 3y = നമുക്ക് മാറ്റാം. 2xനെ സൈഡ് ഒന്ന് മാറ്റാം അല്ലേ? 12 - 2x. y = 12 - 2x/3. അതായത് എക്സിനൊരു വാല്യൂ കൊടുത്താൽ നമുക്ക് വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ കിട്ടും. അതായത് ദർ ആർ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ്. ഇവിടെയും ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ട്. അതായത് എക്സിനൊരു വാല്യൂ കൊടുത്തു, വൈക്ക് കറസ്പോണ്ടിങ് കിട്ടി. അങ്ങനെ ഓരോ വാല്യൂ നമുക്ക് കൊടുക്കാം. അതിൻ്റെ ഷേപ്പും എന്തു തന്നെയാണ്? ഒരു ലൈനാണ്. അതുകൊണ്ട് നമ്മൾ ഇതിനെയും എന്തു പറയാം? ലീനിയർ ഇക്വേഷൻ എന്ന് ഇതിനെയും നമുക്ക് പറയാം. ലീനിയർ ഇക്വേഷൻ. ഇവിടെ ലീനിയർ ഇക്വേഷൻ ആകാനും കാരണം അതിൻ്റെ ഷേപ്പ് ലൈനാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ലീനിയർ ഇക്വേഷൻ എന്ന് സൂചിപ്പിക്കുന്നത്. പിന്നെ
ഇത് നോക്കാം. എന്താണ് ഇവിടുത്തെ പ്രത്യേകത? ഇവിടെ വേരിയബിൾ എക്സ് മാത്രമേ ഉള്ളൂ എങ്കിലും ഉള്ള ഫംഗ്ഷൻ്റെ പവർ, ഉള്ള ടേമിൻ്റെ എക്സ് സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻറ്റ് 1 ആണ്, അതിൻ്റെ ഡിഗ്രി 2 ആണ്. അതുകൊണ്ട് ഇതിനെ നാം പറയുന്നു ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ക്വാഡ്രാറ്റിക്, നമ്മൾ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, കോംപ്ലക്സ് നമ്പറിലും പല ഭാഗങ്ങളായിട്ട് പഠിച്ചിട്ടുണ്ട്. ക്വാഡ്രാറ്റിക് ഇക്വേഷനാണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ജനറൽ രൂപം എല്ലാം നാം പഠിച്ചിട്ടുണ്ട്. ax² + bx + c = 0. a b c റിയൽ നമ്പറാണ്, പ്രൊവൈഡഡ് a ≠ 0. തൽക്കാലം ഇതിനെപ്പറ്റി നമുക്ക് ഈ ചാപ്റ്ററിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനില്ല. അതുകൊണ്ട് തൽക്കാലം സൗകര്യത്തിന് നാം ഇത് ഒഴിവാക്കുന്നു. അതായത് ആദ്യത്തെ ഇക്വേഷൻ ലീനിയർ ഇക്വേഷൻ ഇൻ സിംഗിൾ വേരിയബിൾ, രണ്ടാമത് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ, മൂന്നാമത്തത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. നമുക്കിനി അടുത്തത് ഒന്ന് നോക്കാം. അതായത് ഇവിടെ നമുക്കറിയാവുന്ന ഒരു കാര്യം, അതായത് നമുക്കിവിടെ SLCക്ക് ഗ്രേഡിംഗ് ആണ് അല്ലേ. ഗ്രേഡിങ് ഏതൊക്കെയാണ്? അതായത് A+ മുതൽ D+E വരെയാണ് ഗ്രേഡിങ് അല്ലേ. A+ ഉണ്ട്, A ഉണ്ട്, അതുപോലെ തന്നെ B+, തുടർന്ന് B, അടുത്ത ഗ്രേഡ് C+, പിന്നെ C ഉണ്ട്, D+ ഉണ്ട്, പിന്നെ ഏറ്റവും താഴെ E എന്ന ഒരു ഗ്രേഡ് കൂടിയുണ്ട്. നമുക്കറിയാം ഒരു കുട്ടിക്ക്, അതായത് പാസ്സായ ഒരു കുട്ടിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഗ്രേഡ് A+ ആണ്. ഇനി പാസ്സാവാൻ വേണ്ട ഏറ്റവും താണ ഗ്രേഡ് D+ ആണ്. ഈ പാസ്സാവാൻ വേണ്ട ഗ്രേഡ് ചുരുങ്ങിയത് 30% ആണ് എന്ന കാര്യവും നമുക്കറിയാം. കൂടാതെ A+ എന്ന് പറഞ്ഞാൽ എന്താ? 90ൽ കൂടുതൽ. A എന്ന് പറഞ്ഞാൽ 100ലാണെങ്കിൽ 80 മുതൽ 89 വരെ. B+ ആണെങ്കിലോ 70 മുതൽ 79 വരെ. B+B ആണെങ്കിലോ 60 മുതൽ 69 വരെ. C+ ആണെങ്കിലുള്ള മാർക്കോ 50 മുതൽ 59 വരെ. C ഗ്രേഡ് കിട്ടിയതാണെങ്കിലോ 40 മുതൽ 49. D+ ആണെങ്കിൽ 30 മുതൽ 39. E ഗ്രേഡ് ആണെങ്കിലോ 29ഉം അതിൽ താഴെയും. ഇങ്ങനെയാണ് അതിൻ്റെ രീതി. നമുക്കിവിടെ ഷാജി എന്നൊരു കുട്ടി, ആ ഷാജിയുടെ പ്രത്യേകത, ഷാജി SLCക്ക് എല്ലാ വിഷയത്തിലും A+ വാങ്ങി, ഫുൾ A+ വാങ്ങിയ ഒരു വിദ്യാർത്ഥിയാണ് ആര്? ഷാജി. സ്വാഭാവികമായും ഷാജിക്ക് മാത്സിലും A+ ലഭിച്ചിരിക്കും. അപ്പോൾ ഷാജിക്ക് കിട്ടിയ മാർക്ക് എന്തായിരിക്കും? അതായത് ഷാജി ഗോട്ട് A+ ഇൻ മാത്തമാറ്റിക്സ്. അപ്പോൾ ഷാജിക്ക് 90 കിട്ടിയെന്ന് പറയാം, അതുപോലെ തന്നെ 92 എന്ന് പറയാം. ഷാജിയോട് ചോദിച്ചാൽ ഷാജി പറയും 100 മാർക്ക് കിട്ടിയെന്നാണ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അതിനെപ്പറ്റി സൂചിപ്പിക്കുക? അതായത് 90 മുതൽ 100 വരെ മാർക്ക് കിട്ടിയെന്ന് പറയാം അല്ലേ. അതായത് സ്കോർ എങ്ങനെയായിരിക്കും? സ്കോർ ഷാജിയുടെ സ്കോർ ഈസ് 90 ഓർ എബവ് എന്ന് പറയാം അല്ലേ. 90 ഓർ എബവ്. ഈ 90 ഓർ എബവ് എന്നുള്ളതിനെ നമുക്ക് മാത്തമാറ്റിക്കലായിട്ട് എങ്ങനെ സൂചിപ്പിക്കാം? സ്കോർ എത്രയാണെന്ന് പറയാം നമുക്ക്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 എന്ന് പറയാം. 90ഓ അതിൽ കൂടുതലോ കിട്ടിയ കുട്ടിയാണ് ഷാജി. ഈ സാധാരണ നമുക്ക് വേരിയബിളൊക്കെ സൂചിപ്പിക്കുക. ഒരു വേരിയബിൾ ഉണ്ടെങ്കിൽ നമ്മൾ സ്ഥിരം കൊടുക്കുന്നത് എന്താ? എക്സ്. ഒന്നിലധികം ഉണ്ടെങ്കിൽ മാത്രമേ നാം വൈയുടെ സഹായം തേടാറുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ സൂചിപ്പിക്കാം? എക്സ് ഗ്രേറ്റർ ദാൻ 90. ഇതിനെയാണ് നാം എന്ത് പറയുന്നത്? ഇൻഈക്വാളിറ്റി. ഇത് ഈക്വൽ അല്ല, ഇൻഈക്വാളിറ്റി. അതായത് ഷാജിക്ക് 90 ഓർ എബവ് മാർക്ക് കിട്ടിയിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഒന്നുകൂടി പറയാം, ഷാജിക്ക് A ആണ് ഗ്രേഡെങ്കിലോ 80 മുതൽ 89. അപ്പോൾ നമുക്ക് നിർബന്ധമായി ഉറപ്പ് പറയാവുന്ന മറ്റൊരു രീതിയിലും കൂടി ഷാജിയെ സംസാരിക്കാം. അതായത് ഷാജിക്ക് എത്ര കൂടുതൽ കിട്ടിയിട്ടുണ്ട്? കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 89നേക്കാൾ 1 മാർക്കെങ്കിലും അധികം കിട്ടിയിട്ടുണ്ട്, 89നേക്കാൾ കൂടുതലുണ്ടെന്നും പറയാം. ഇതിനെ രണ്ടിനെ നമുക്ക് എന്ത് പറയാം? ഇൻഈക്വാളിറ്റി എന്ന് പറയാം. ഇങ്ങനെയാണ് ഇൻഈക്വാളിറ്റി ഫോം ചെയ്യുന്നത്. ഒരു ഇൻഈക്വാളിറ്റിക്ക് എക്സാമ്പിളാണ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 അല്ലെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ 89. ഇതിലെ ആദ്യത്തേനെ നമുക്ക് പറയാം
സ്ലാക്ക് ഇൻഇക്വാളിറ്റി, സ്ലാക്ക് ഇതിനെ സ്ട്രിക്റ്റ് ആണ്, അതുകൊണ്ട് ഇതിനെ സ്ട്രിക്റ്റ്, കൃത്യമാണ്. സ്ട്രിക്റ്റ് ഇൻഇക്വാളിറ്റി. അപ്പം നമുക്ക് രണ്ട് ഇൻഇക്വാളിറ്റിയാണ് ഇവിടെ കണ്ടത്. ഒന്ന് സ്ലാക്ക് ഇൻഇക്വാളിറ്റി, മറ്റൊന്ന് സ്ട്രിക്റ്റ് ഇൻഇക്വാളിറ്റി. ഇനി നമുക്ക് മറ്റൊരു കുട്ടിയുടെ കാര്യം നോക്കാം. മറ്റൊരു കുട്ടി ഇതേപോലെ പ്രത്യേക സാഹചര്യത്തിൽ പരീക്ഷ എഴുതിയപ്പോൾ നിർഭാഗ്യവശാൽ തോറ്റു. അതായത് ആ കുട്ടിയുടെ പേരുമുള്ള സിബി എന്നാണ് വിചാരിക്കുക. സിബി, SIBI. ഷിബിക്ക് ഉണ്ടായ കാര്യം എന്താ? ഷിബി മറ്റു വിഷയത്തിലെല്ലാം വിജയിച്ചു, എന്നാൽ ഷിബി മാത്സിൽ പരാജയപ്പെട്ടു. സ്വാഭാവികമായിട്ടും എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? സിബിക്ക് കിട്ടിയ മാർക്ക് എത്രയായിരിക്കും? സിബി ഫെയിൽഡ് ഇൻ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ സിബിയുടെ സ്കോർ എത്രയായിരിക്കും? സ്കോർ ഈസ് എന്താണ്? 29 ഓർ ബിലോ എന്നെഴുതാം. 29 അതിൽ താഴെയോ എന്നെഴുതാം നമുക്കല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം? സ്കോർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 29. 29 താഴെയാണ്. നമുക്ക് മുൻപ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ് വേരിയബിൾ നമ്മൾ സാധാരണ എക്സാണ് കൊടുക്കാറ്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 29 എന്ന് പറയാം. 29 അതിൽ കുറവോ മാർക്കാണ് കിട്ടിയിട്ടുള്ളത്. പരമാവധി സിബിയോട് ചോദിച്ചാൽ സിബി എന്ത് പറയും? 29 കിട്ടിയെന്ന്. 28 കിട്ടിയിട്ടാവും, 15 കിട്ടിയതാവും, തീരെ എഴുതിയിട്ടുണ്ടാവില്ല ചിലപ്പോൾ അല്ലേ. എന്തായാലും എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 29 എന്ന് പറയാം. ഇനി അല്ലെങ്കിലോ കൃത്യം എത്രയിൽ താഴെയാണെന്ന് നമുക്ക് പറയാം. 30 എന്തായാലും കിട്ടിയിട്ടില്ല അല്ലേ. 30 കിട്ടിയാണെങ്കിൽ സിബി ജയിച്ചു പോകുമായിരുന്നു. എന്താ ചെയ്യുക? സിബിക്ക് എത്ര കിട്ടിയത്? കൃത്യം 30 താഴെ കിട്ടിയത്. ഇതിനെ രണ്ടിനെയും നമുക്ക് എന്തുകൂടി വേണമെങ്കിൽ പറയാം? ഇതും ഇൻഇക്വാളിറ്റിയാണ്. ഇതും ഇൻഇക്വാളിറ്റിയാണ്. ഇതിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളതിന് എന്ത് ഇൻഇക്വാളിറ്റിയാണ്? സ്ലാക്ക് ഇൻഇക്വാളിറ്റിയാണ്. സ്ലാക്ക് കൃത്യം, സ്ട്രിക്റ്റ്. എക്സ് ലെസ് ദാൻ 30 അതിനെ നമുക്ക് എന്ത് പറയാം? സ്ട്രിക്റ്റ് ഇൻഇക്വാളിറ്റി. സ്ലാക്ക് ഇൻഇക്വാളിറ്റി, ഇത് രണ്ടും ഇൻഇക്വാളിറ്റിയാണ്. അതുകൊണ്ട് നമുക്കൊരു കാര്യം കൺക്ലൂഡ് ചെയ്യാം. എങ്ങനെയാണ് ഇൻഇക്വാളിറ്റി ഫോം ചെയ്യുന്നത്? അതായത് ലെസ് ദാൻ എന്ന ചിഹ്നം ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഈ 4 ചിഹ്നങ്ങൾ വെച്ച് രണ്ട് ഓൾജിബ്രൈക് എക്സ്പ്രഷൻ കണക്ട് ചെയ്യുമ്പോഴാണ് ഇൻഇക്വാളിറ്റി ലഭിക്കുന്നത്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഈ 4 ഇൻഇക്വാളിറ്റി കണക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? ലീനിയർ ഇൻഇക്വാളിറ്റി. ഇവിടെ ഡിഗ്രി 1 ആണ്, അതുകൊണ്ട് നാം പറയും ലീനിയർ ഇൻഇക്വാളിറ്റി. ദെൻ നമുക്ക് മറ്റൊരു കാര്യം നോക്കാം. ഇപ്പോൾ രണ്ട് നമ്പേഴ്സ്, ഒരു നമ്പർ 3 ആണ്, മറ്റൊരു നമ്പർ 7 ആണ്. നമുക്കറിയാം ഇത് രണ്ടും ഈക്വൽ അല്ല. പക്ഷേ ഇത് നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യുക? ഇതിന് നമുക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാം അല്ലേ. 3 ലെസ് ദാൻ 7. 3 ചെറുതാണ്, 7 വലുതാണ്. അതിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ലെസ് ദാൻ. എന്നാൽ അതേപോലെ തന്നെ ഇത് നെഗറ്റീവ് ആണെങ്കിൽ എന്തായിരിക്കും? -3യും -7ഉം നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യുക? അതായത് -3 എന്നുള്ളത് റൈറ്റ് സൈഡിലാവും, -7 എന്നുള്ളത് ഇടതുവശത്തായിരിക്കും. അപ്പോൾ ഇൻഇക്വാളിറ്റി ഇതിൽ വലിയത് ഏതാ? -3 ആയിരിക്കും വലിയത്. അപ്പോൾ നമുക്ക് ഇൻഇക്വാളിറ്റി ഇങ്ങനെ എഴുതാം. ഇത് രണ്ടിൻ്റെയും പ്രത്യേകത എന്താ? ഇതിൻ്റെ രണ്ട് ഭാഗത്തും റിയൽ നമ്പേഴ്സാണ്. അപ്പോൾ അതിനെ നമ്മൾ പറയുന്നു ന്യൂമറിക്കൽ ഇൻഇക്വാളിറ്റി. ഇതിനെ പറയുന്ന പേരാണ് ന്യൂമറിക്കൽ ഇൻഇക്വാളിറ്റി. ന്യൂമറിക്കൽ ഇൻഇക്വാളിറ്റി. ലെസ് ദാൻ വന്നാൽ സ്ട്രിക്റ്റ് ഇൻഇക്വാളിറ്റി. നേരത്തെ നാം സൂചിപ്പിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു. അതിലുള്ള ഒരു കാര്യം നേരത്തെ എന്തേ നമ്മൾ എഴുതിയത്? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 90 എന്നെഴുതി. അതുപോലെ തന്നെ എക്സ് ഗ്രേറ്റർ ദാൻ 89 എന്നെഴുതി. പിന്നെ നാം എഴുതിയത് എക്സ് ലെസ് ദാൻ 30 എന്നെഴുതി. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 29 എന്നെഴുതി. ഇതിലെന്താ പ്രത്യേകത? ഒരു ഭാഗത്ത് ഓൾജിബ്രൈക് എക്സ്പ്രഷനാണ്,
അതുകൊണ്ട് ഇതിനെ നാം പറയുന്നു ലിറ്ററൽ ഇൻഇക്വാളിറ്റി. ലിറ്ററൽ ഇൻഇക്വാളിറ്റി. ലിറ്ററൽ ഇൻഇക്വാളിറ്റി. അതുകൊണ്ട് നമുക്ക് ഇൻഇക്വാളിറ്റീനെ എങ്ങനെ നോട്ട് രൂപത്തിൽ എഴുതാം? ടു റിയൽ നമ്പേഴ്സ്, രണ്ട് റിയൽ നമ്പർ അല്ലെങ്കിൽ ഓൾജിബ്രിക് എക്സ്പ്രഷൻ റിലേറ്റഡ് ബൈ ദ സിമ്പൽ. ഏതൊക്കെയാണ് സിമ്പൽ? ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഫോം ആൻ ഇൻഇക്വാളിറ്റി. അപ്പോൾ ഇൻഇക്വാളിറ്റി എന്ന് ചോദിച്ചാൽ പറയേണ്ടത് ടു റിയൽ നമ്പേഴ്സ് ഓർ ഓൾജിബ്രിക് എക്സ്പ്രഷൻസ് റിലേറ്റഡ് ബൈ ദ സിമ്പൽ ഓർ കണക്റ്റഡ് ബൈ ദ സിമ്പൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഫോം ആൻ ഇൻഇക്വാളിറ്റി. ദെൻ നമുക്ക് മറ്റൊരു കാര്യം നോക്കാം. ഇനി അതായത് ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞു, ഷാജി ഫുൾ A+ വാങ്ങിയ ഷാജിയോട് ഒരു കാര്യം പറഞ്ഞു. അതായത് കടയിൽ പോയിട്ട് കുറച്ച് അരി വാങ്ങണം. ഇപ്പോൾ ഷാജിയോട് ഏതാനും കണ്ടീഷൻസാണ് അവിടെ പറഞ്ഞത്. അതായത് കയ്യിൽ കൊടുത്ത എമൗണ്ട് 400 രൂപയാണ് ഷാജിക്ക് കൊടുത്തത്. 400 രൂപ കൊടുത്തു. എന്നിട്ട് ആ 400 രൂപയ്ക്ക് മൊത്തമായിട്ട് അരി വാങ്ങാൻ പറഞ്ഞു. എന്നാൽ ഒരു കാര്യമുണ്ട്. എന്താ കാര്യം? കടം പറയരുത്. പിന്നെന്ത് വേണം? പാക്കറ്റായിട്ട് വേണം വാങ്ങാൻ. അതായത് പാക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയുന്ന ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെയാണ് അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ 5 കിലോന് അരി അല്ലെങ്കിൽ 4 കിലോ ഏതായാലും റൗണ്ടായിട്ട് ഇപ്പോൾ 1/2 കിലോ 3/4 കിലോ അങ്ങനെ കിട്ടില്ല. അപ്പോൾ അരി വാങ്ങിയത് അവിടെ പാക്കറ്റായിട്ട് കൃത്യമായിട്ട് കൊടുക്കുന്ന സൂപ്പർ മാർക്കറ്റാണ്. അങ്ങനെ നമ്മുടെ നേരത്തെ ഫുൾ A+ വാങ്ങിയ എന്താ അവൻ്റെ പേര്? ഷാജി എന്ത് ചെയ്തു? ഷാജി സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി. നല്ല പ്രധാനപ്പെട്ട അരിയാണ് വാങ്ങാൻ പോയത്. അതിൻ്റെ റേറ്റ് 60 per kilo. ഷാജി വെൻ ടു ഷോപ്പ് ടു പർച്ചേസ് പാക്ക് ഓഫ് റൈസ്. ടോട്ടൽ എമൗണ്ട് ഇൻ ഹിസ് ഹാൻഡ് 400. ഷാജി വാങ്ങണ അരി പാക്കറ്റിൻ്റെ എണ്ണം, അതായത് 1 കിലോ വാങ്ങാൻ 60 രൂപ വരും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം 2 കിലോനാണെങ്കിൽ 120 രൂപ, 3 kg വാങ്ങണമെങ്കിൽ 180, 420, അങ്ങനെ ഷാജി ആണ് വാങ്ങേണ്ടത്. അങ്ങനെ വാങ്ങുമ്പോൾ ഷാജി വാങ്ങുന്ന അരിയുടെ പാക്കറ്റ് എത്ര പാക്കറ്റ് എന്നുള്ളതാണ് നമ്മൾ എക്സ്. ലെറ്റ് ഹി ബൈസ് എക്സ് നമ്പർ ഓഫ് പാക്കറ്റ്സ്. അപ്പോൾ എക്സ് നമ്പർ ഓഫ് പാക്കറ്റാണെങ്കിൽ നമുക്കൊരു കാര്യം പറയാം. ടോട്ടൽ കോസ്റ്റ്, ഷാജിക്ക് വാങ്ങുന്ന ചിലവ്, ടോട്ടൽ കോസ്റ്റ്, അരി വാങ്ങാനുള്ള ടോട്ടൽ കോസ്റ്റ് എത്രയായിരിക്കും? നമുക്കറിയാം 1 കിലോന് 60 റുപ്പീസാണ് ഇവിടെ പറയുന്നുണ്ട്. 60 റുപ്പീസാണ്, അതിൻ്റെ മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ 60x ആണ് ടോട്ടൽ ഷാജിക്ക് ചിലവ് വരുന്നത്. പിന്നെ കടം പറയരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ 400-ൽ അപ്പുറമുള്ള പൈസ വാങ്ങുമ്പോഴാണ് കടമായിട്ട് വരിക അല്ലേ. നമുക്ക് 6 പാക്കറ്റാണെങ്കിൽ 360 രൂപ വരും. 7 പാക്കറ്റാണെങ്കിൽ 420 രൂപ വരും. അപ്പോൾ 7 കിലോ വാങ്ങാനാവില്ല. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇതിനെ ഇൻഇക്വാളിറ്റി രൂപത്തിൽ എഴുതാൻ പറ്റുക? അതായത് 60x പരമാവധി എമൗണ്ട് എത്ര വരാൻ പറ്റൂ? 400 രൂപയെ കയ്യിലുള്ളൂ. 400-ൽ കൂടുതൽ എമൗണ്ടിന് വാങ്ങിയ കടമായി. അപ്പോൾ കൃത്യം നമുക്ക് എങ്ങനെ കൊടുക്കാം? ഈക്വൽ ടു എന്ന് കൊടുക്കാൻ പറ്റില്ല. സ്ട്രിക്ട്ലി ലെസ് ദാൻ എന്നേ പറയാൻ പറ്റൂ. കാരണം 360, പിന്നെ ബാക്കി വരുന്ന 40 രൂപയ്ക്ക് വാങ്ങാനൊട്ടും പറ്റൂല. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇൻഇക്വാളിറ്റി വരുന്നത്. ഇത് നമുക്ക് എന്ത് ഇൻഇക്വാളിറ്റി എന്ന് പറയാം? 60x ലെസ് ദാൻ 400 എന്ന് പറഞ്ഞാൽ ഇതൊരു എന്ത് ഇൻഇക്വാളിറ്റിയാണ്? ഒരു സ്ട്രിക്റ്റ് ഇൻഇക്വാളിറ്റിയാണ്. സ്ട്രിക്റ്റാണ്. പിന്നെന്താണ്? ഇതൊരു ലിറ്ററൽ ഇൻഇക്വാളിറ്റിയാണ്. ലിറ്ററൽ ഇൻഇക്വാളിറ്റിയാണ്. എല്ലാറ്റിനുപരി ഡിഗ്രി 1 ആയതുകൊണ്ട് ഇതൊരു ലീനിയർ ഇൻഇക്വാളിറ്റിയാണ്. സ്ട്രിക്റ്റ് ഇൻഇക്വാളിറ്റിയാണ്, ലീനിയർ ഇൻഇക്വാളിറ്റിയാണ്, പിന്നെ അത് ലിറ്ററൽ, സ്ട്രിക്റ്റ് എല്ലാം ഈ 3 കണ്ടീഷനും ഉള്ള തരം ഒരു ഇൻഇക്വാളിറ്റിയാണ്. ഇനി നമുക്ക് അടുത്തൊരു കാര്യം നോക്കാം. അതായത് മറ്റൊരു കുട്ടി അഞ്ജു, അതായത് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ടൈമാണ്. അപ്പോൾ അഞ്ജു എന്ത് ചെയ്തു? പഠിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ പഠിക്കാൻ തീരുമാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അഞ്ജു ഈ ബുക്ക് സ്റ്റാളിൽ പോയിട്ട് പേന, പെൻസില് ഇത്തരം കാര്യങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ അഞ്ജുവിൻ്റെ കയ്യിൽ ആകെ 300 രൂപ ഉണ്ട്. നമുക്കറിയാം ഒരു ബുക്കിന് ആ കടയിലെ വിവരപ്രകാരം 40 രൂപയാണ് ബുക്കിൻ്റെ മുകളിൽ. അതുപോലെ തന്നെ പേന ഒരെണ്ണത്തിന്
30 രൂപയാണ്. ഇനി അഞ്ജുവിന് ഏതാനും പുസ്തകവും ഏതാനും പേനയുമാണ് വാങ്ങേണ്ടത്. അപ്പോൾ അഞ്ജുവിൻ്റെ കയ്യിൽ 300 രൂപ ഉണ്ട്. വാങ്ങുന്നത് ബുക്കും പേനയുമാണ്. ബുക്കിൻ്റെ വില 40 രൂപയാണ്. അതുപോലെ തന്നെ പേനയ്ക്ക് 30 രൂപയാണ്. നോട്ട് ബുക്കാണ്, ഇതുപോലുള്ള നല്ല നോട്ട് ബുക്കാണ് അഞ്ജു വാങ്ങാൻ പോകുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ബുക്സ്, അഞ്ജു വാങ്ങുന്ന നമ്പർ ഓഫ് ബുക്സ് എത്രയാണ്? എക്സ് ആണെന്ന് വിചാരിക്കുക. നമ്പർ ഓഫ് ബുക്സ് എക്സ് ആണ്. അതുപോലെ തന്നെ നമ്പർ ഓഫ് പെൻ, പേനയുടെ എണ്ണം വൈ ആണ് എന്നും വിചാരിക്കുക. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു ബുക്കിന് 40 രൂപ. അപ്പോൾ ബുക്കിന് വരുന്ന ചിലവ് 40x ആയിരിക്കും. അതുപോലെ തന്നെ പേന ഒരെണ്ണത്തിന് 30 രൂപയാണ്. വൈ എണ്ണം വാങ്ങിയാൽ 30y. അപ്പോൾ അഞ്ജുവിന് വരുന്ന ടോട്ടൽ കോസ്റ്റ് നമുക്ക് എഴുതാം. എന്താണ് ടോട്ടൽ കോസ്റ്റ് വരിക? ടോട്ടൽ കോസ്റ്റ് അഞ്ജുവിന് ആകെ വരുന്ന ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു 40x + 30y ആണ്. ഇനി നമുക്ക് ഈ 300 രൂപ ഉണ്ട് കയ്യിൽ. കുറച്ച് ബുക്കും കുറച്ച് പേനയും വാങ്ങാം. അപ്പോൾ അഞ്ജു ഒന്ന് വളരെ ആലോചിച്ചിട്ടാണ് ചെയ്യണത്. അഞ്ജുവിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഒരു 6 ബുക്കും വാങ്ങാം. 6 ബുക്കാണെങ്കിൽ എത്ര വന്നു? 240 പിന്നെ 2 പേനയ്ക്കുള്ള പൈസ ഉണ്ട്. അപ്പോൾ അഞ്ജുവിന് വേണമെങ്കിൽ എങ്ങനെ വാങ്ങാം? 6 ബുക്കും വാങ്ങാം, അതുപോലെ തന്നെ 2 പെന്നും വാങ്ങാം. അപ്പോൾ കൃത്യം എമൗണ്ടായി. നമുക്ക് ഈ ടോട്ടൽ കോസ്റ്റ് എത്രയാണ് ആകെ കയ്യിലുള്ളത്? 300 രൂപ. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനെ എങ്ങനെയും കൂടി എഴുതാം. 40x + 30y < 300 എന്നെഴുതാം. വേണമെങ്കിൽ ഈക്വൽ ടു എഴുതാം. നേരത്തെ നിന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ നമുക്ക് ഈക്വൽ ടുവിന് തടസ്സമില്ല. കഴിഞ്ഞ സമയത്തുള്ള പ്രശ്നം എന്തായിരുന്നു? 400 രൂപ കയ്യിലുണ്ട്, 60 രൂപ. അപ്പോൾ കൃത്യമായിട്ട് ഒന്നുകിൽ 6 കിലോ വാങ്ങാം, അപ്പോൾ 40 രൂപ ബാക്കി വന്നു. അല്ലെങ്കിൽ 7 കിലോ അരി വാങ്ങാം, അപ്പോൾ 20 രൂപ കടം വന്നു. കടം വരാത്തതുകൊണ്ട് നമുക്ക് കൃത്യം പറ്റിയില്ല. അപ്പോൾ ഇവിടെ അങ്ങനെയല്ല. 6 ബുക്കും 2 പേനയാണെങ്കിൽ കൃത്യം 300 രൂപ. അപ്പോൾ അവിടെ ഈക്വൽ ടു ഉണ്ട്. എന്നാൽ നമുക്ക് 6 ബുക്ക് തന്നെ വേണമെന്നില്ല. അഞ്ജുവിന് പേന കുറച്ച് കൂടുതൽ വേണം. അപ്പോൾ വേണമെങ്കിൽ 5 പേനയും 5 ബുക്കും 3 പേനയും വാങ്ങാം. അപ്പോൾ ഒരു 10 രൂപ ബാക്കി വന്നു. അതുകൊണ്ടാണ് നമ്മൾ ലെസ് ദാനും കൂടി ഉപയോഗിച്ചത്. അപ്പോൾ 2 തരത്തിൽ നമുക്ക് ഇന്നീക്വാളിറ്റി വരും. നമുക്ക് ഇതിനെ എന്തുകൂടി സൂചിപ്പിക്കാം? 2 വേരിയബിളാണ് അല്ലേ? അതായത് എക്സ് വൈ 2 വേരിയബിൾ ഉണ്ട്. അത് എന്തുകൂടിയാണ്? ഇതൊരു ലീനിയർ ഇന്നീക്വാളിറ്റി അല്ല, കാരണം വേരിയബിൾ ഉണ്ട്. ഇതൊരു ലിറ്ററൽ ഇന്നീക്വാളിറ്റി വിത്ത് വേരിയബിൾ എക്സ് ആൻഡ് വൈ. കൂടാതെ ഇതൊരു സ്ലാക്ക് ഇന്നീക്വാളിറ്റിയാണ്. ഇതിൻ്റെ സൊല്യൂഷൻസ് ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ബാക്കി വരുന്നത്. നമുക്കതിന് മുൻപ് ഈ നോട്ടിലേക്ക് എഴുതേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. എഴുതേണ്ടത് ചാപ്റ്റർ 6 ലീനിയർ ഇന്നീക്വാളിറ്റീസ്. എന്താണ് ഇന്നീക്വാളിറ്റി എന്ന് ചോദിച്ചാൽ എഴുതേണ്ടത് 2 റിയൽ നമ്പേഴ്സ് ഓൾ ഓൾജിബ്രൈക് എക്സ്പ്രഷൻസ് റിലേറ്റഡ് ബൈ ദ സിമ്പൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഫോം ആൻ ഇന്നീക്വാളിറ്റി. നമുക്ക് എക്സാമ്പിൾ നോക്കാം. 3 < 7, 9 < 5. ഇത് ഓൾജിബ്രൈക് എക്സ്പ്രഷനാണ് അല്ലേ? ഇത് നമ്പറാണ് 2 വശത്തും. അതുകൊണ്ട് നമ്മൾ ഇതിനെ എന്ത് പറയുന്നു? ന്യൂമറിക്കൽ ഇന്നീക്വാളിറ്റി. ഇനി ഇവിടെ എന്തായിരുന്നു? ഒരു ഭാഗത്ത് ഓൾജിബ്രൈക് എക്സ്പ്രഷനാണ്. അതുകൊണ്ട് നാം ഇതിനെ ലിറ്ററൽ ഇന്നീക്വാളിറ്റി എന്ന് പറയുന്നു. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഇല്ല, ഇത് സ്ട്രിക്റ്റ് ആണ്. അതുകൊണ്ട് ഇതിനെ സ്ട്രിക്റ്റ് ഇന്നീക്വാളിറ്റി എന്നും, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 9 അത്തരം കാര്യങ്ങളെ സ്ലാക്ക് ഇന്നീക്വാളിറ്റി എന്നും പറയുന്നു. ഇനി മറ്റൊന്ന്, ഇതെല്ലാം ഇതേ രീതിയിൽ എഴുതണമെന്നില്ല, താഴെ രൂപത്തിലും എഴുതാം. 2x + 3y < or equal to 12, 3x - y < 6. ഇതും അത് ഇന്നീക്വാളിറ്റിയാണ്, ലീനിയർ ഇന്നീക്വാളിറ്റിയാണ്. പക്ഷേ ഡിഗ്രി 1 ആണ്. അതുകൊണ്ടാണ് ലീനിയർ ഇന്നീക്വാളിറ്റി എന്ന് പറയുന്നത്. പക്ഷേ പ്രത്യേകത, ആദ്യത്തെ 2 ഭാഗത്തുള്ള പ്രത്യേകത, ഇവിടെ 2 വേരിയബിൾ ഉണ്ട്. അതുകൊണ്ട് നമുക്കിതിനെ എന്ത് പറയാം? ലീനിയർ ഇന്നീക്വാളിറ്റി വിത്ത് 2 വേരിയബിൾസ്. ഇത് എയും ബിയും സിയും റിയൽ നമ്പറാണ്. അതുകൊണ്ട് ഇത് ഡിഗ്രി 2 ആണ്.
ഒറ്റ വേരിയബിളേ ഉള്ളൂ എക്സ് ആണ് ഉള്ളത് എങ്കിലും അത് ഡിഗ്രി 2 ആണ്. അതുകൊണ്ട് ഇതിനെ ക്വാഡ്രാറ്റിക് ഇൻഇക്വാളിറ്റി എന്നും സൂചിപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു.